പള്ളിമണികൾ മുഴങ്ങി ഇതാ ദേവാലയം ഒരുങ്ങി. അധ്വാനിക്കുന്നവരും ഭാരത്താൽ വലയുന്നവരും അൾത്താരമുന്നിലണയാം കാൽവരിയാഗത്തിനോർമ്മയുമായി. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടും കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. ഈശോയിലും പരിശുദ്ധ മാതാവിലും വിശുദ്ധ ഔസേപ്പിതാവിലും ഏറ്റവും സ്നേഹ വാത്സല്യം നിറഞ്ഞവരെ, തിരുസഭ ഇന്ന് വിശുദ്ധ എഫ്രൈമിന്റെ തിരുനാൾ ആഘോഷിക്കുകയാണ്. അദ്ദേഹം ഒരു കവിയാണ്, വാഗ്മിയാണ്, വേദപരംഗതനാണ്. അദ്ദേഹം 18-ാമത്തെ വയസ്സിലാണ് ജ്ഞാനസ്നാനം സ്വീകരിക്കുന്നത്. അദ്ദേഹം കർത്താവായ ഈശോയുടെ സന്നിധി നിരന്തരമായി പ്രാർത്ഥിക്കുമാണ്. അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ വീണ എന്നാണ് പറയുക. കർത്താവിന് വേണ്ടി ജീവിക്കുകയും കർത്താവിന് വേണ്ടി എല്ലാ കാര്യങ്ങളും ഭംഗിയെ ഒരുക്കുകയും ചെയ്ത വിശുദ്ധൻ. ഈ വിശുദ്ധനെ പോലെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ജീവിക്കാൻ നമുക്ക് പരിശുദ്ധിയോടെ ബലി പ്രാർത്ഥിക്കാം. പരിശുദ്ധമായ സുവിശേഷത്തിൽ കർത്താവ് പറയുന്നു, ഞാൻ വന്നിരിക്കുന്നത് നിയമത്തെയോ പ്രവാചകന്മാരെയോ ഇല്ലാതാക്കാനല്ല, മറിച്ച് അത് പൂർത്തീകരിക്കാനാണ്. നിയമം മോശ വഴി നൽകി, പ്രവാചകന്മാർ കർത്താവിൻ്റെ ശബ്ദമായി, ദൈവത്തിൻ്റെ സ്വരമായി എല്ലാ ജനങ്ങൾക്കും സത്യത്തിന് നീതിയുടെ മാർഗം തെളിച്ചു കൊടുത്തു. അതെല്ലാം പൂർത്തീകരിക്കാൻ ഈശോ വന്നിരിക്കുന്നു. ഈശോ പറയുന്നു, ഈ നിയമവും ഇതെല്ലാ കാര്യങ്ങളും ഒരു കുഞ്ഞിനെ പഠിപ്പിച്ചാൽ ആ മനുഷ്യൻ ഈ ലോകത്തെ ഏറ്റവും മഹത്വമുള്ള വ്യക്തിയായി മാറും, വലിയവനായി മാറും. അപ്പം അതുകൊണ്ട് നമ്മൾ ദൈവസന്നിധിയിൽ എളിമയോടെ വിനയത്തോടെ ദൈവത്തിൻ്റെ നിയമങ്ങളും ദൈവത്തിൻ്റെ സ്വരവും തിരിച്ചറിഞ്ഞ് അതെല്ലാം മറ്റുള്ളവരെ പഠിപ്പിക്കുകയും അത് നമ്മുടെ ജീവിതത്തിൽ എന്നും സ്വായത്തമാക്കി പ്രാവർത്തികമാക്കാൻ ഈ പരിശുദ്ധമായി ബലി പ്രാർത്ഥിക്കാം. ഔസേപ്പിതാവിനെ മാധ്യസ്വാദിക്കാം. ഈ ബലി അർപ്പിക്കുമ്പോൾ നമ്മുടെ പാപങ്ങൾ, തെറ്റുകൾ, ബലഹീനതകൾ, കുറവുകൾ, പോരായ്മകൾ എന്തെല്ലാമാണ് അതെല്ലാം ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് കർത്താവേ ഞങ്ങൾ പൊറുക്കണമേ എന്ന പ്രാർത്ഥനയോടെ അപരാധങ്ങൾ ഏറ്റുമെല്ലാം സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് പാപങ്ങൾ പുറത്തെ നമ്മെ നിത്യജീവനിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. സർവശക്തനായ ദൈവമേ, മാനവരക്ഷാരഹസ്യങ്ങളുടെ ആരംഭം വിശുദ്ധ ഔസേപ്പിതാവിന്റെ വിശ്വസ്തമായ സംരക്ഷണത്തിന് അങ്ങ് വരമേൽപ്പിച്ചു. ഔസേപ്പിതാവിന്റെ മധ്യസ്ഥയാൽ മാനവരക്ഷാരഹസ്യങ്ങളും അങ്ങയെ തിരുസഭ നിരന്തരം കാത്തുപരിപാലിക്കുവാനും അനുഗ്രഹിക്കണം. അങ്ങയോടുകൂടി പരിശുദ്ധാത്മാവുമായി ലയിക്കട്ടെ
എന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. മിസ്റ്റർ പൗലോസ് അപ്പസ്തോലൻ കൊറിന്തോസാർക്ക് എഴുതിയ 2-ാം ലേഖനത്തിൽ നിന്ന്, സഹോദരരെ, ഇതാണ് ക്രിസ്തു വഴി ദൈവത്തിലുള്ള ഞങ്ങളുടെ വിശ്വാസം. സ്വന്തമായി എന്തെങ്കിലും മേന്മ അവകാശപ്പെടാൻ ഞങ്ങൾ യോഗ്യരല്ല. ഞങ്ങളുടെ യോഗ്യത ദൈവത്തിൽ നിന്നാണ്. അവിടുന്ന് ഞങ്ങളെ എഴുതപ്പെട്ട നിയമത്താലല്ല, ആത്മാവിനാൽ എഴുതപ്പെട്ട പുതിയ ഉടമ്പടിയുടെ ശുശ്രൂഷരാകുവാൻ യോഗ്യരാക്കിയിരിക്കുന്നു. എന്തെന്നാൽ എഴുതപ്പെട്ട നിയമം മൃതിപ്പെടുത്തുന്നു, ആത്മാവ് ജീവിപ്പിക്കുന്നു. കൽപ്പകയിൽ എഴുതപ്പെട്ട മരണത്തിൻ്റെ നിയമം തേജസ്സിലാണ് നൽകപ്പെട്ടത്. ആ തേജസ് മങ്ങിക്കൊണ്ടിരിക്കുന്നപ്പോൾ പോലും ഇസ്രായേൽ ജനത്തിന് നോക്കാനാവാത്ത വിധം മോശയുടെ മുഖത്തെ ജ്വലിപ്പിച്ചു. അങ്ങനെയെങ്കിൽ ആത്മാവിൻ്റെ ശുശ്രൂഷ എത്രയേറെ തേജസ്സുറ്റതായിരിക്കും. എന്തുകൊണ്ടെന്നാൽ ശിക്ഷാവിധിയുടെ ശുശ്രൂഷ തേജാമയമായിരുന്നെങ്കിൽ നീതിയുടെ ശുശ്രൂഷ അതിനേക്കാൾ കൂടുതൽ തേജാമയമായിരിക്കണം. ഒരിക്കൽ പ്രശോഭിച്ചിരുന്നത് അതിനെ അതിശയിപ്പിക്കുന്ന മറ്റൊരു ശോഭ മൂലം നിഷ്പ്രഭമായി തീർന്നു. മങ്ങി മറിഞ്ഞു പോയത് തേജസ്സുള്ളതെങ്കിൽ നിലനിൽക്കുന്നത് തീർച്ചയായും അതിനേക്കാൾ തേജസ്സുള്ളതായിരിക്കണം. കർത്താവിൻ്റെ വചനം. ദൈവത്തിനു നന്ദി. പ്രതിവചന സങ്കീർത്തനം. നമ്മുടെ ദൈവമായ കർത്താവ് പരിശുദ്ധനാണ്. നമ്മുടെ ദൈവമായ കർത്താവ് പരിശുദ്ധനാണ്. നമ്മുടെ ദൈവമായ കർത്താവിനെ പുകഴ്ത്തുവിൻ. അവിടുത്തെ പാദപീഠത്തെങ്കിൽ പ്രണമിക്കുവിൻ. അവിടുന്ന് പരിശുദ്ധനാണ്. നമ്മുടെ ദൈവമായ കർത്താവ് പരിശുദ്ധനാണ്. മോശയും അഹ്റോനും അവിടുത്തെ പുരോഹിതന്മാരിൽ പെട്ടവരാണ്. അവിടുത്തെ നാമം വിളിച്ചപേക്ഷിച്ചവരിൽ സാമുവേലും ഉൾപ്പെടുന്നു. അവർ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു, അവിടുന്ന് അവർക്ക് ഉത്തരമരുളി. നമ്മുടെ ദൈവമായ കർത്താവ് പരിശുദ്ധനാണ്. മേഘസ്തംഭങ്ങളിൽ നിന്ന് അവിടുന്ന് അവരോട് സംസാരിച്ചു. അവർ അവിടുത്തെ കൽപ്പനകളും ചട്ടങ്ങളും അനുസരിച്ചു. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങ് അവർക്ക് ഉത്തരമരുളി. അങ്ങ് അവർക്ക് ക്ഷമിക്കുന്ന ദൈവമായിരുന്നു, തെറ്റുകൾക്ക് ശിക്ഷ നൽകുന്നവനും. നമ്മുടെ ദൈവമായ കർത്താവ് പരിശുദ്ധനാണ്. ദൈവമായ കർത്താവിനെ മഹത്വപ്പെടുത്തുവിൻ. അവിടുത്തെ വിശുദ്ധ പർവ്വതത്തിൽ ആരാധന അർപ്പിക്കുവിൻ. നമ്മുടെ ദൈവമായ കർത്താവ് പരിശുദ്ധനാണ്. നമ്മുടെ ദൈവമായ കർത്താവ് പരിശുദ്ധനാണ്. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. എൻ്റെ ദൈവമേ, അങ്ങയുടെ പാതകൾ എന്നെ പഠിപ്പിക്കണമേ. അങ്ങയുടെ സത്യത്തിലേക്ക് എന്നെ നയിക്കണമേ. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. മത്തായി എഴുതിയ വിശുദ്ധ സുവിശേഷ വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു തന്റെ ശിഷ്യന്മാരോട് ചെയ്തു, നിയമത്തെയോ പ്രവാചകന്മാരെയോ അസാധുവാക്കാനാണ് ഞാൻ വന്നതെന്ന് നിങ്ങൾ വിചാരിക്കരുത്. അസാധുവാക്കാനല്ല, പൂർത്തീകരിക്കാനാണ് ഞാൻ വന്നത്. ആകാശവും ഭൂമിയും കടന്നു പോകും വരെ സമസ്തവും നിറവേറ്റുവോണം നിയമത്തെയൊന്നും വള്ളിയോ പുള്ളിയോ മാറുകയില്ല എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. ഈ പ്രമാണങ്ങളിൽ ഏറ്റവും നിസ്സാരമായ ഒന്ന് ലംഘിക്കുകയോ ലംഘിക്കാൻ മറ്റുള്ള പഠിപ്പിക്കുകയോ ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ ചെറിയവനെന്ന് വിളിക്കപ്പെടും. നല്ലതനുസരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ വലിയവനെന്ന് വിളിക്കപ്പെടും. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി.
കൈകളിൽ പൂജ്യപാദങ്ങളിൽ കാണിക്കയായി സ്വയം നൽകുന്നു ഞാൻ. ആത്മാർപ്പണം, ഈ ഹൃദയാർപ്പണം കൈക്കൊള്ളുവാൻ കനിവാകേണമേ. എല്ലാവരും ഒന്ന് ചേർന്ന് അർപ്പിക്കുന്ന ഈ പരിശുദ്ധമായ ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകാൻ നിങ്ങൾ പ്രാർത്ഥിക്കുവേൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. സർവശക്തനായ കർത്താവേ, പരിശുദ്ധ കന്യകാമറിയത്തിൽ നിന്നും പിറന്ന അങ്ങയുടെ ഏകപുത്രനെ വിശുദ്ധ ഔസേപ്പ് പിതാവ് കാരുണ്യപൂർവ്വം ശുശ്രൂഷിച്ചതുപോലെ നിർമ്മലമായ ഹൃദയത്തോടുകൂടി അങ്ങേ അൾത്താരെ ശുശ്രൂഷിക്കുവാൻ ഞങ്ങളെയും അനുഗ്രഹിക്കണം. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. നിങ്ങളോടുകൂടി അങ്ങേ ആത്മാവോടും കൂടെ ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശം. അതുചിതവും ന്യായവുമത്രേ. സർവശക്തനായ കർത്താവേ, പരിശുദ്ധനായ പിതാവേ, നിത്യനായ ദൈവമേ, എന്നും എന്നേരവും അങ്ങേക്കു ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നു. വിശിഷ്യ വിശുദ്ധ ഔസേപ്പ് പിതാവിന്റെ സ്വർഗീയമായ സുദിനത്തിൽ അങ്ങേക്കു ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാകുന്നു. അങ്ങയുടെ ഏകപുത്രനും പരിശുദ്ധാത്മാവിന്റെ പ്രതിബിംബനത്താൽ ജാതനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തുവിന് പൈതൃകമായ സംരക്ഷണം നൽകുവാനും കന്യകാമാതാവിന്റെ ഭർത്താവായി അങ്ങ് തിരഞ്ഞെടുത്തത് നീതിമാനും വിശ്വസ്തനും വിവേകിയും കാരുണ്യവാനുമായ വിശുദ്ധ ഔസേപ്പ് പിതാവിനെ തന്നെയാകുന്നത്. ആകയാൽ എല്ലാ മാലാഖമാരും എല്ലാ വിശുദ്ധരോടും ചേർന്ന് ഞങ്ങൾ എല്ലാവരും അവിരാമം ആലപിക്കും. പരിശുദ്ധൻ 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 സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ. ദൈവം പരിശുദ്ധൻ. നിരുപമമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാം. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിന്റെ സന്നിധിയിൽ മുട്ടുകൾ മടക്കാം, കരങ്ങൾ കൂപ്പാം. പരിശുദ്ധിയോടെ വിശുദ്ധിയോടുകൂടെ നമുക്കായിരിക്കാം. നമ്മുടെ ദൈവമിത നമ്മുടെ മധ്യ വരിക. എല്ലാത്തിൻ്റെയും പൂർത്തീകരണമായി, എല്ലാത്തിൻ്റെയും
സമ്പൂർണമായ അനുഗ്രഹമായി ഈശോ ഇതാ കടന്നു പരിശുദ്ധിയോടെ വിശുദ്ധിയോടുകൂടെ പ്രവേശനത്തിലേക്ക് നോക്കി ഈശോ സർവശക്തനായ കർത്താവേ, സർവവിശുദ്ധിയുടെ സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാലങ്ങി മഞ്ഞുകണങ്ങൾ പോലെ ഈ കാണിക്കകൾ അങ്ങനെ ഞങ്ങൾക്ക് ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു ശരീരവും അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട സുമനസാൽ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കും. എന്തെന്നാലിത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാൻ യേശുവേ ആരാധന, സ്നേഹമേ ആരാധന, സൗഖ്യമേ ആരാധന. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും കൃതജ്ഞത പ്രകാശിപ്പിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് കൽപ്പിച്ചു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി കുടിക്കും. എന്തെന്നാലിത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടി പാപമോചനത്തിന് ചിന്തപ്പെടാനിരിക്കും എന്റെ രക്തത്തിൽ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. യേശുവേ ആരാധന, സ്നേഹമേ ആരാധന, സൗഖ്യമേ ആരാധന. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവെ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കുക. ആകയാൽ കർത്താവെ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് നിത്യജീവൻ നൽകുന്ന അപ്പവും നിത്യരക്ഷപാലപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിച്ചുകൊള്ളും. അങ്ങയുടെ മുമ്പിൽ നിൽക്കുവാൻ, അങ്ങയെ സ്നേഹിക്കുവാൻ ഈ എളിയവരായി ഞങ്ങളെല്ലാവരെയും അർഹരാക്കി തീർത്തന് നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേർന്ന് ഞങ്ങളെ പരിശുദ്ധാത്മാവിനാൽ ഒന്നായി തീർക്കണമേ. കർത്താവെ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ തിരുസഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടി, എല്ലാ കർദിനാൾമാർക്ക് വേണ്ടി, അഭിമന്യ ജോസഫ് കളത്തിപ്പറമ്പിൽ വരാപ്പുഴ മെത്രാപ്പൊലീത്തയ്ക്ക് വേണ്ടി, മറ്റെല്ലാ മെത്രാന്മാർ, വൈദികർ, സന്യാസികൾ, എല്ലാ ജനങ്ങളും ഉൾപ്പെടെ സഭയെ സ്നേഹത്തിന്റെ പൂർണ്ണത എത്തിക്കണം. ദൈവമേ, ഈ ഭൂമിയിൽ നിന്നും അങ്ങ് വിളിച്ച ഞങ്ങളുടെ കുടുംബങ്ങളെ മരിച്ചുപോയ എല്ലാവർക്കും സ്വർഗ സൗഭാഗ്യം നൽകണമേ.
ഈ എളിയവരായ ഞങ്ങളെയും അനുഗ്രഹിക്കണമേ. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോളം ആ കന്യയുടെ ഭർത്താവ് സർവ്വത്രിക സഭയുടെ മധ്യസ്ഥം ഞങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥമായ ഔസപിതാവോടും ഇന്നത്തെ തിരുനാളിന് കാരണബദ്ധനായ വിശുദ്ധ എഫ്രായിമിനോടും മറ്റെല്ലാ വിശുദ്ധമത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങളെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിനോടുകൂടി സർവശക്തനായ ദൈവം പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായി ലയിക്കും എല്ലാ ഭഗവതിയും മഹത്വം എന്നും രക്ഷാകരമായ കൽപ്പനകളാലും ദിവ്യോപദേശാൽ നിർമ്മയം നമുക്ക് ഏറ്റുവരാം. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നുവേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളും ഞങ്ങളെ മോചിക്കണമേ. ഈ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും സമാധാനം നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങൾ യേശുവിനായ യേശുക്രിസ്തുവിനെ ആഗമനം പ്രതീക്ഷിക്കുന്നു. അങ്ങേ കരുണയുടെ സഹായത്താൽ ഞങ്ങളെല്ലാവരും ശക്തി പ്രാപിച്ചു ഞങ്ങളെപ്പോഴും പാപങ്ങൾ മോചനാക്കുകയും എല്ലാ വിപത്തുകളിലും സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാവുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്ന് കർത്താവായ യേശുക്രിസ്തുവേ അങ്ങ് അപ്പോസ്തലന്മാരെ ചെയ്തുവല്ലോ. ഞങ്ങളുടെ പാപങ്ങളെ പിന്നെയും അങ്ങേ സഭയുടെ വിശ്വാസങ്ങൾ മാത്രം അങ്ങേ തിരുവള്ളം അനുസരിച്ച് തിരുസഭയ്ക്ക് സമാധാനവും ഐക്യവും കൽപ്പിച്ചൊളിയാലും എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടുള്ളണമേ. കർത്താവ് സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. എല്ലാവർക്കും പരസ്പരം കർത്താവ് സമാധാനം ആശംസിക്കാം. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടെ ഞങ്ങളിൽ നീ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടെ ഞങ്ങളിൽ നീ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടെ ഞങ്ങൾക്ക് ശാന്തി നൽകണമേ. ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നവൻ. ദിവ്യ കുഞ്ഞാട് വിശ്വസിക്കപ്പെട്ട നമ്മളെല്ലാവരും ഭാഗ്യവാന്മാർ. കർത്താവെ, അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യനല്ല. അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും. ക്രിസ്തുവിന്റെ രക്തങ്ങളെ സ്വീകരിക്കണം, നമ്മെ നിത്യജീവനിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ കർത്താവേ, വിശുദ്ധ പിതാവിന്റെ സ്വർഗീയമായ ദിനത്തിൽ ആനന്ദിക്കുന്ന ഈ കുടുംബത്തെ ഈ അൾത്താരിയ സ്വർഗീയ ഭോജനത്താൽ അങ്ങ് പരിപോഷിപ്പിച്ചു. നിരന്തരമായ സംരക്ഷണം അങ്ങ് ഈ കുടുംബത്തെ പരീക്ഷിക്കുകയും അങ്ങേ ദാനങ്ങൾ ഞങ്ങളുടെ കുടുംബങ്ങളിൽ കാരുണ്യവും കാത്തുപരിപാലിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന അങ്ങേ ആത്മാവോടും കൂടെ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ.
ആമേൻ. സമാപിച്ചു. ദൈവത്തിനു നന്ദി.